കെയ്റോയിൽ ഗാസ വെടിനിർത്തൽ ചർച്ചകൾ നടക്കുന്നതിനിടെ പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം. ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള പ്രത്യാക്രമണങ്ങൾ തുടരുകയാണ്. ഞായറാഴ്ച പുലർച്ചെയോടെയാണ് തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. 100 ഫൈറ്റർ ജെറ്റുകൾ തൊടുത്തതായി ഇസ്രായേൽ പ്രതിരോധ സേനയുടെ വക്താവ് ഡാനിയൽ ഹഗാരി സ്ഥിരീകരിച്ചു. ഹിസ്ബുള്ളയുടെ 1000-ഓളം മിസൈൽ ലോഞ്ചറുകളെ ലക്ഷ്യമാക്കിയാണ് ആക്രമണം. ലെബനൻ അതിർത്തിയിലെ 5 കിലോമീറ്റർ ചുറ്റളവിലാണ് ഇസ്രായേൽ മിസൈലുകൾ പതിച്ചിരിക്കുന്നത്. ആഴ്ചകളായി സംഘർഷം നടക്കുന്ന മേഖലയായതിനാൽ ജനങ്ങളെ ഇവിടെ നിന്ന് നേരത്തെ തന്നെ മാറ്റിയിരുന്നു. വടക്കൻ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ളയും വ്യോമാക്രമണം നടത്തി. 320 കത്യുഷ റോക്കറ്റുകളാണ് അതിർത്തി കടന്ന് ഇസ്രായേലി സൈന്യത്തിന്റെ 11 ക്യാമ്പുകൾ ലക്ഷ്യമാക്കി എത്തിയത്. ആക്രമണത്തെ തുടർന്ന് ഇസ്രായേലിൽ അടുത്ത 48 മണിക്കൂറിൽ അടിയന്തര സാഹചര്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നടത്തിയത് ആദ്യഘട്ട ആക്രമണമാണെന്നാണ് ഹിസ്ബുള്ളയുടെ പ്രതികരണം. അതിനർത്ഥം ആക്രമണം ഇവിടെ അവസാനിക്കുന്നില്ല എന്നാണ്. ഹിസ്ബുള്ള കമാൻഡർ ഫുവാദ് ശുക്രയെ ഇക്കഴിഞ്ഞ ജൂലൈ 30-ന് ഇസ്രായേൽ ലെബനനിൽ വെച്ച് വധിച്ചിരുന്നു. പ്രതികാരം ചെയ്യുമെന്ന് ഹിസ്ബുള്ള താമസം വിന പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇസ്രായേലിന്റെ അധീനതയിലുള്ള മജ്ദൽ ഷംസിൽ ഫുവാദ് ശുക്രയുടെ നേതൃത്വത്തിൽ നടത്തിയ ആക്രമണത്തിൽ 12 കുട്ടികളാണ് കൊല്ലപ്പെട്ടത്. ആ ആക്രമണത്തിന് പകരമായിട്ടായിരുന്നു ശുക്രയെ ഇസ്രായേൽ വധിച്ചത്. 2023 ഒക്ടോബർ 7-ന് ആരംഭിച്ച ആക്രമണത്തിന്റെ ബാക്കി പത്രമാണ് ഇപ്പോൾ നടക്കുന്നതെല്ലാം. ഞായറാഴ്ച ഉണ്ടായ ഈ ആക്രമണം പ്രശ്നങ്ങൾ ഗുരുതരമാക്കുമെന്ന് ഉറപ്പാണ്. അമേരിക്കയുടെ നേതൃത്വത്തിലെടുക്കുന്ന സമാധാന ശ്രമങ്ങൾ ഈ സംഭവത്തോടെ അപ്രസക്തമാകുമെന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവവ് ഗാലന്റും അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനും ഹിസ്ബുള്ളയുടെ ആക്രമണത്തെക്കുറിച്ച് സംസാരിച്ചു. തങ്ങളുടെ ജനങ്ങളെ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കാൻ ശത്രുക്കളെ ഏത് രീതിയിലും ഇല്ലാതാക്കുമെന്ന് ഗാലന്റ് പറഞ്ഞു. ഇറാന്റെയും കൂട്ടാളികളുടെയും ഭാഗത്തു നിന്ന് ഇസ്രായേലിനെതിരെ ഉണ്ടാകുന്ന എല്ലാ ഭീഷണികളെയും ഒപ്പം നിന്ന് നേരിടുമെന്ന് ലോയിഡ് ഓസ്റ്റിനും പറഞ്ഞു. പ്രസിഡന്റ് ജോ ബൈഡൻ ഇക്കാര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. ഇസ്രായേലിന്റെ തിരിച്ചടിക്ക് അമേരിക്കയുടെ എല്ലാവിധ സഹായങ്ങളും ഇതോടെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സുരക്ഷാ ക്യാബിനറ്റ് ഉടൻ വിളിച്ചു ചേർക്കുമെന്നാണ് വിവരം. ദിവസങ്ങൾക്ക് മുമ്പ് തങ്ങളുടെ പക്കലുള്ള ആയുധശേഖരം കാണിക്കുന്നതിന് ഹിസ്ബുള്ള ഒരു വീഡിയോ പുറത്തിറക്കിയിരുന്നു. ഇസ്രായേലിന്റെ പക്കൽ നിന്ന് ആക്രമണം ഉണ്ടായാൽ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് ഹിസ്ബുള്ള നൽകിയത്. ഇന്നത്തെ അടിയും തിരിച്ചടിയും ഇരുപക്ഷങ്ങളെയും കനത്ത നടപടികളിലേക്ക് നയിക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ICL Finco, the intelligent choice.